നമസ്കാരം. ഇന്ന് നമ്മൾ ക്യാൻ എന്ന വാക്കിൻ്റെ വിവിധ ഉപയോഗ രീതികളെപ്പറ്റി വിശദമായി പഠിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യുവാൻ കഴിയും അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ട് എന്ന് പറയുവാനാണ് ക്യാൻ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ ക്യാൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള 6 ഉപയോഗങ്ങൾ ഇവിടെ പഠിക്കുകയാണ്. ആദ്യത്തേതാണ് അഫിർമേറ്റീവ് സെൻറ്റൻസുകൾ. എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്ന സെൻറ്റൻസുകളാണ് അഫിർമേറ്റീവ് സെൻറ്റൻസ് അഥവാ പോസിറ്റീവ് സെൻറ്റൻസ്. ഇവിടെ ആദ്യ ഉദാഹരണം, ഷീ ക്യാൻ സിംഗ് തമിഴ് സോങ്സ് വെൽ. ഷീ ക്യാൻ സിംഗ്, അവൾക്ക് പാടുവാൻ കഴിയും. തമിഴ് സോങ്സ്, തമിഴ് പാട്ടുകൾ. വെൽ, നന്നായി. അവൾക്ക് നന്നായി തമിഴ് പാട്ടുകൾ പാടുവാൻ കഴിയും. അടുത്ത്, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് അതർ 4 ലാംഗ്വേജസ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിയും. ആൻഡ് അതർ 4 ലാംഗ്വേജസ്, കൂടാതെ മറ്റ് 4 ഭാഷകളും. അടുത്ത്, വിത്ത് പ്രോപ്പർ ഗൈഡൻസ് എനിവൺ ക്യാൻ ലേൺ ടു പ്ലേ എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. വിത്ത് പ്രോപ്പർ ഗൈഡൻസ്, ശരിയായ മാർഗദർശനം കൊണ്ട്, എനിവൺ ക്യാൻ ലേൺ, ആർക്കും പഠിക്കുവാൻ കഴിയും. ടു പ്ലേ എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ഒരു സംഗീത ഉപകരണം പ്ലേ ചെയ്യുവാൻ അല്ലെങ്കിൽ വായിക്കുവാൻ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുവാൻ. ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ ഉപകരണം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, സംഗീത ഉപകരണം. അടുത്ത്, റെഗുലർ എക്സർസൈസ് ക്യാൻ ഇംപ്രൂവ് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽ ബീയിങ്. റെഗുലർ എക്സർസൈസ് ക്യാൻ ഇംപ്രൂവ്, നിത്യേനയുള്ള വ്യായാമം കൊണ്ട് കഴിയും. ഇവിടെ ഇംപ്രൂവ് എന്ന് വെച്ചാൽ അത് നന്നാക്കുവാൻ കഴിയും. ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽ ബീയിങ്, ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുവാൻ നിത്യേനയുള്ള എക്സർസൈസിന് കഴിയും. അടുത്ത്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ സ്ട്രെങ്തൻ റിലേഷൻഷിപ്സ് ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട്സ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഫലപ്രദമായ ആശയവിനിമയം കൊണ്ട്, ക്യാൻ സ്ട്രെങ്തൻ, ശക്തിപ്പെടുത്തുവാൻ സാധിക്കും അല്ലെങ്കിൽ കഴിയും. റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ. ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട്സ്, അതുപോലെ സംഘർഷങ്ങളെ പരിഹരിക്കുവാനും സാധിക്കും. ആളുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറയ്ക്കുവാനും അല്ലെങ്കിൽ പരിഹരിക്കുവാനും ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഫലപ്രദമായ ആശയവിനിമയം കൊണ്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസുകളെല്ലാം ക്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കും, കഴിയും, ആ ഒരു ഉറപ്പ് അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ അഫർമേറ്റീവ് സെൻറ്റൻസ് ഗ്രൂപ്പിലൂടെ പെടുത്തിയിരിക്കുന്നത്. അടുത്ത്, ക്യാൻ എന്ന വാക്ക് നെഗറ്റീവ് രൂപത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. അതായത് ഇല്ല, കഴിയില്ല എന്ന അർത്ഥത്തിൽ. ഷീ കനോട്ട് മീറ്റ് ഹെർ പാരൻസ് ടുമോറോ. ഷീ ക്യാൻ പ്ലസ് നോട്ടാണ് കനോട്ട്. ക്യാൻ അധികം നോട്ട് ചേർത്ത് ക്യാൻ നോട്ട്, അത് ചേർത്താണ് സാധാരണ എഴുതുക കനോട്ട്. അത് സാധാരണ രീതിയിൽ എഴുത്ത് ഭാഷയിൽ കനോട്ട് എന്ന് പൂർണ്ണ രൂപത്തിൽ എഴുതുകയും സംസാര ഭാഷയിൽ സാധാരണയായിട്ട് അത് ചുരുക്കി ക്യാൻഡ്, ക്യാൻ ഇട്ടിട്ട് ഒരു അപ്പോസ്ട്രഫ് ഇട്ട് ടി ഇട്ട് ക്യാൻഡ് എന്ന് ചുരുക്കി എഴുതും. അപ്പോൾ ഷീ ക്യാൻഡ് മീറ്റ് ഹെർ പാരൻസ് ടുമോറോ എന്ന് വെച്ചാൽ ഷീ കനോട്ട് മീറ്റ് ഹെർ പാരൻസ് ടുമോറോ. ഇവിടെ പറയുന്നത് കനോട്ട് എന്ന വാക്ക് ചുരുക്കി ക്യാൻഡ് എന്നും ഉപയോഗിക്കാവുന്നതാണ്. അർത്ഥം ഒന്നു തന്നെയായിരിക്കും. അപ്പോൾ ഷീ കനോട്ട് മീറ്റ് ഹെർ പാരൻസ്, അവൾക്ക് അവളുടെ രക്ഷകർത്താക്കളെ കണ്ടുമുട്ടുവാൻ കഴിയുകയില്ല. ടുമോറോ, നാളെ. ക്യാൻഡ് ചേർത്ത് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയായിരിക്കും കിട്ടുക. അതുകൊണ്ട് ഇവിടെ കനോട്ട് ഉപയോഗിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം കനോട്ടിന് പകരം ക്യാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത്, ദേ കനോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് ഷെഡ്യൂൾഡ് നെക്സ്റ്റ് വീക്ക്. ദേ കനോട്ട് അറ്റൻഡ്, അവർക്ക് അറ്റൻഡ് ചെയ്യുവാൻ കഴിയുകയില്ല, പങ്കെടുക്കുവാൻ കഴിയുകയില്ല. ദ മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ. ഷെഡ്യൂൾഡ് നെക്സ്റ്റ് വീക്ക്, അടുത്തയാഴ്ച ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അടുത്ത്, വിത്തൗട്ട് എ വാലിഡ് ലൈസൻസ് യു കനോട്ട് ഓപ്പറേറ്റ് എ മോട്ടോർ വെഹിക്കിൾ ലീഗലി. വിത്തൗട്ട് എ വാലിഡ് ലൈസൻസ്, വാലിഡ് മീൻസ് സാധുവായ അംഗീകാരമുള്ള ലൈസൻസ് ഇല്ലെങ്കിൽ. വിത്തൗട്ട് എ വാലിഡ് ലൈസൻസ് എന്നാൽ വാലിഡായിട്ടുള്ള, സാധുവായിട്ടുള്ള, അംഗീകാരമുള്ള ഒരു ലൈസൻസിനെ കൂടാതെ അല്ലെങ്കിൽ ആ ലൈസൻസ് ഇല്ലെങ്കിൽ യു കനോട്ട് ഓപ്പറേറ്റ്, നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കുവാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ യു ക്യാൻറ്റ് ഓപ്പറേറ്റ്, നിങ്ങൾക്ക്
പ്രവർത്തിപ്പിക്കുവാൻ കഴിയുകയില്ല. എ മോട്ടോർ വെഹിക്കിൾ ഒരു വാഹനത്തെ ലീഗലി നിയമപ്രകാരം നിങ്ങൾക്കൊരു മോട്ടോർ വണ്ടിയെ ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല വിത്തൗട്ട് എ വാലിഡ് ലൈസൻസ്. സാധുവായ അല്ലെങ്കിൽ അംഗീകാരമുള്ള ഒരു ലൈസൻസ് ഇല്ലെങ്കിൽ, ലൈസൻസിനെ കൂടാതെ നിങ്ങൾക്ക് ഒരിക്കലും നിയമപ്രകാരം ഒരു വാഹനം കൈകാര്യം ചെയ്യുവാൻ കഴിയുകയില്ല എന്നാണ് അർത്ഥം. അടുത്ത്, വിത്തൗട്ട് ദ കറക്റ്റ് പാസ്വേഡ് യു കനോട്ട് ലോഗ് ഇൻ ടു യുവർ ഇമെയിൽ അക്കൗണ്ട്. വിത്തൗട്ട് ദ കറക്റ്റ് പാസ്വേഡ്, ശരിയായ പാസ്വേഡ് കൂടാതെ, വിത്തൗട്ട് അർത്ഥം കൂടാതെ അല്ലെങ്കിൽ ഒഴികെ, യു കനോട്ട് ലോഗ് ഇൻ, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുവാൻ കഴിയുകയില്ല. അതായത് നിങ്ങളുടെ ഇമെയിലിൻ്റെ ഉള്ളിൽ കയറുവാൻ കഴിയുകയില്ല. യു കനോട്ട് ലോഗ് ഇൻ ടു യുവർ ഇമെയിൽ അക്കൗണ്ട്, നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗ് ഇൻ ചെയ്യുവാൻ കഴിയുകയില്ല. അടുത്ത്, ഇൻ സർട്ടൻ ഏരിയാസ് ഹണ്ടിങ് ഈസ് പ്രൊഹിബിറ്റഡ് ആൻഡ് യു കനോട്ട് ഹണ്ട് വിത്തൗട്ട് പെർമിഷൻ. ഇൻ സർട്ടൻ ഏരിയാസ്, ചില ഏരിയകളിൽ, ചില പ്രദേശങ്ങളിൽ, ഹണ്ടിങ് ഈസ് പ്രൊഹിബിറ്റഡ്, വേട്ടയാടൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ആൻഡ് അതുകൊണ്ട് യു കനോട്ട് ഹണ്ട് വിത്തൗട്ട് പെർമിഷൻ, അനുവാദം കൂടാതെ നിങ്ങൾക്ക് ഹണ്ട് ചെയ്യുവാൻ കഴിയുകയില്ല, വേട്ടയാടുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ സെൻറ്റൻസുകളിലെല്ലാം ഒരു പ്രവൃത്തി ചെയ്യുവാൻ കഴിയുകയില്ല എന്ന നെഗറ്റീവ് അർത്ഥമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന എല്ലാ സെൻറ്റൻസുകളും നെഗറ്റീവ് സെൻറ്റൻസുകളാണ്. ഇനി ക്യാൻ എന്ന വാക്ക് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിയും. അത്തരം ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ, അതായത് ചോദ്യവാചകങ്ങൾ ക്യാൻ ഉപയോഗിച്ച് ചോദിക്കാവുന്നതാണ്. ഉദാഹരണം, ക്യാൻ യു പ്രൊവൈഡ് മോർ ഡീറ്റെയിൽസ് എബൌട്ട് യുവർ ട്രീറ്റ്മെൻറ്റ്. ക്യാൻ യു പ്രൊവൈഡ്, നിങ്ങൾക്ക് നൽകുവാൻ കഴിയുമോ? മോർ ഡീറ്റെയിൽസ്, കൂടുതൽ വിവരങ്ങൾ. എബൌട്ട് യുവർ ട്രീറ്റ്മെൻറ്റ്, നിങ്ങളുടെ ചികിത്സയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ കഴിയുമോ? അടുത്ത്, ക്യാൻ ഐ ഹെൽപ്പ് യു വിത്ത് എനിത്തിങ് എൽസ്. ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെയോ? വിത്ത് എനിത്തിങ് എൽസ്, മറ്റെന്തെങ്കിലും കൊണ്ട്, എന്ന് വെച്ചാൽ ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ സഹായം വേണ്ടതുണ്ടോ? കൂടുതലായിട്ട് നിങ്ങൾക്ക് എൻ്റെ സഹായം വേണ്ടതുണ്ട്. ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെയോ? വിത്ത് എനിത്തിങ് എൽസ്, ഇതിനേക്കാളും കൂടുതലായി എന്തെങ്കിലും കൊണ്ട്. അടുത്ത്, ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗ ദിസ് മെഷീൻ വർക്ക്സ്. ക്യാൻ യു എക്സ്പ്ലെയിൻ, നിങ്ങൾക്ക് വിശദീകരിക്കുവാൻ കഴിയുമോ? ഹൗ ദിസ് മെഷീൻ വർക്ക്സ്, എങ്ങനെയാണ് ഈ യന്ത്രം വർക്ക് ചെയ്യുന്നത് എന്ന്. അടുത്ത്, ക്യാൻ യു സജസ്റ്റ് സം ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ടു സോൾവ് ദിസ് പ്രോബ്ലം. ക്യാൻ യു സജസ്റ്റ്, നിങ്ങൾക്ക് നിർദ്ദേശിക്കുവാൻ കഴിയുമോ? സം ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്, പകരമുള്ള മറ്റ് ചില പരിഹാര മാർഗങ്ങൾ. ടു സോൾവ് ദിസ് പ്രോബ്ലം, ഈ പ്രശ്നം പരിഹരിക്കുവാൻ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ, പരിഹാര മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കുവാൻ കഴിയുമോ? അടുത്ത്, ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് റെസ്റ്റോറൻറ്റ് ഇൻ ദിസ് ഏരിയ. ക്യാൻ യു റെക്കമെൻഡ്, നിങ്ങൾക്ക് ശുപാർശ ചെയ്യുവാൻ കഴിയുമോ, പറഞ്ഞു തരുവാൻ കഴിയുമോ എന്നർത്ഥവും ഇവിടെ കൊടുക്കാം. എ ഗുഡ് റെസ്റ്റോറൻറ്റ്, നല്ലൊരു റെസ്റ്റോറൻറ്റ്. ഇൻ ദിസ് ഏരിയ, ഈ ഏരിയയിൽ നല്ലൊരു റെസ്റ്റോറൻറ്റിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ കഴിയുമോ, അല്ലെങ്കിൽ ശുപാർശ ചെയ്യുവാൻ കഴിയുമോ? ഇവിടെയെല്ലാം ക്യാൻ എന്ന വാക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യവാചകങ്ങൾ ചോദിക്കുന്ന രീതി പഠിച്ചു. ഇനി ക്യാൻ എന്ന വാക്കിൻ്റെ നെഗറ്റീവ് രൂപം കനോട്ട്, അത് ചുരുക്കി ക്യാൻഡ്, അത് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിയും. അതിൻ്റെ അർത്ഥം കഴിയില്ലേ എന്നായിരിക്കും. നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ്, അതായത് നിഷേധക അർത്ഥം തരുന്ന ചോദ്യവാചകങ്ങൾ. ഉദാഹരണം, ക്യാൻഡ് യു ഫൈൻഡ് അനദർ വേ ടു സോൾവ് ദിസ് പ്രോബ്ലം. ക്യാൻഡ് യു ഫൈൻഡ് അനദർ വേ, നിങ്ങൾക്ക് മറ്റൊരു വഴി കണ്ടെത്തുവാൻ കഴിയുകയില്ലേ? ക്യാൻഡ് യു ഫൈൻഡ്, നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയില്ലേ? അനദർ വേ, മറ്റൊരു വഴി. ടു സോൾവ്, പരിഹരിക്കുവാൻ. ദിസ് പ്രോബ്ലം, ഈ പ്രശ്നം പരിഹരിക്കുവാൻ നിങ്ങൾക്ക് മറ്റൊരു വഴി കണ്ടെത്തുവാൻ കഴിയില്ലേ? അടുത്ത്,
ക്യാൻഡ് വി എക്സ്പ്ലോർ അതർ ഓപ്ഷൻസ് ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ. ക്യാൻഡ് വി എക്സ്പ്ലോർ, നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ലേ. ഇവിടെ എക്സ്പ്ലോർ എന്ന് വെച്ചാൽ പര്യവേഷണം ചെയ്യുക, അതായത് അന്വേഷിച്ചൊക്കെ കണ്ടെത്തുക എന്നുള്ള അർത്ഥം. ഗവേഷണം ചെയ്ത് കണ്ടെത്തുക, അതൊക്കെയാണ് എക്സ്പ്ലോർ. ഇവിടെ വെറുതെ കണ്ടെത്തുക എന്നർത്ഥം കൊടുത്താൽ മതി. ക്യാൻഡ് വി എക്സ്പ്ലോർ അതർ ഓപ്ഷൻസ്, മറ്റ് മാർഗങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ലേ. ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ, ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റ് മാർഗങ്ങൾ കണ്ടെത്തുവാൻ കഴിയില്ലേ. അടുത്ത്, ക്യാൻഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ടാസ്ക്. ക്യാൻഡ് യു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ടാസ്ക്, ഈ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഈ ജോലിയുടെ അല്ലെങ്കിൽ ഈ ചുമതലയുടെ, ടാസ്കിന് ഇങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കാം. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ടാസ്ക്, ഈ ടാസ്കിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ലേ അല്ലെങ്കിൽ കഴിയുന്നില്ലേ എന്നർത്ഥവും കൊടുക്കാം. അടുത്ത്, ക്യാൻഡ് ഐ ആക്സസ് ദ ഡോക്യുമെൻറ്റ് വിത്തൗട്ട് പെർമിഷൻ. ക്യാൻഡ് ഐ ആക്സസ് ദ ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ പ്രമാണം, ആധാരം, രേഖകൾ ഒക്കെയാണ്. അത് എനിക്ക് ആക്സസ് ചെയ്യുവാൻ, അതിനെ എനിക്ക് വായിച്ചോ അല്ലെങ്കിൽ കണ്ടോ മനസ്സിലാക്കുവാൻ, അതിനെ സമീപിക്കുവാൻ എനിക്ക് കഴിയില്ലേ. വിത്തൗട്ട് പെർമിഷൻ, അനുവാദം കൂടാതെ എനിക്കത് സമീപിക്കുവാൻ കഴിയുകയില്ലേ. അടുത്ത്, ക്യാൻഡ് ഐ സബ്മിറ്റ് മൈ അസൈൻമെൻറ്റ് ആഫ്റ്റർ ദി ഡെഡ് ലൈൻ. ക്യാൻഡ് ഐ സബ്മിറ്റ്, എനിക്ക് സമർപ്പിക്കുവാൻ കഴിയില്ലേ. മൈ അസൈൻമെൻറ്റ്, എൻ്റെ അസൈൻമെൻറ്റ്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട എഴുത്ത് വർക്കുകളാണ് അസൈൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റ് ആളുകളാണെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ചുമതല, എഴുത്ത് രൂപത്തിലുള്ള ഏതെങ്കിലും ചുമതലകളായിരിക്കും. ആ അസൈൻമെൻറ്റ് ആഫ്റ്റർ ദി ഡെഡ് ലൈൻ, അത് വയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡേറ്റിന് ശേഷം എനിക്കത് സമർപ്പിക്കുവാൻ കഴിയുകയില്ലേ. അപ്പോൾ ഇവിടെ കഴിയില്ലേ അല്ലെങ്കിൽ കഴിയുകയില്ലേ എന്ന് അർത്ഥമാണ് ഈ വാചകങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് ഇത്തരം വാചകങ്ങളെ നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് വിളിക്കുന്നു. ഇനി അഞ്ചാമത്തെ ഉപയോഗം, ക്യാനിൻ്റെ അഞ്ചാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഫോർ സീക്കിംഗ് പെർമിഷൻ. പെർമിഷൻ, അനുവാദം ചോദിക്കുവാൻ, പെർമിഷൻ ആരായുവാൻ. സീക്ക് എന്ന് വെച്ചാൽ ആരായുക. ഇവിടെ ഫോർ സീക്കിംഗ് പെർമിഷൻ, പെർമിഷൻ അനുവാദം ആരായുവാൻ വേണ്ടിയിട്ട് ക്യാൻ ഉപയോഗിക്കാം. ഇനി ആറാമത്തെ ഉപയോഗവും ഇതിൽ തന്നെ നമുക്ക് അടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരാളോട് പെർമിഷൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്തേക്കാം, നൽകിയേക്കാം. അപ്പോൾ പെർമിഷൻ നൽകുന്നതിനും ക്യാൻ എന്ന വാക്ക് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ക്യാൻ ഐ പ്ലീസ് ലീവ് ഓഫീസ് ഏർലി ടുഡേ. ക്യാൻ ഐ പ്ലീസ് ലീവ് ഓഫീസ്, എനിക്കിന്ന് ഇത്തിരി നേരത്തെ ഓഫീസ് വിടാൻ കഴിയുമോ എന്ന് വെച്ചാൽ ഞാനൊന്ന് അല്പം നേരത്തെ ഓഫീസിൽ നിന്ന് പൊയ്ക്കോട്ടെ എന്നുള്ള അർത്ഥമാണ് ഈ ചോദ്യത്തിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ പെർമിഷൻ ആരായുവാൻ വേണ്ടി, പെർമിഷൻ ചോദിക്കുവാൻ വേണ്ടി ക്യാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ക്യാൻ ഐ പ്ലീസ് ലീവ് ഓഫീസ് ഏർലി ടുഡേ. ക്യാൻ ഐ പ്ലീസ് ലീവ് ഓഫീസ്, ഞാൻ ഓഫീസ് ഒന്ന് വിട്ടോട്ടെ ദയവായി. ഏർലി നേരത്തെ, ടുഡേ ഇന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനിന്ന് അല്പം നേരത്തെ ഓഫീസ് വിട്ടോട്ടെ സർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ പെർമിഷൻ സീക്ക് ചെയ്യുകയാണ്, ആരായുകയാണ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആരോടാണോ ചോദിച്ചത് ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്യാം, അതായത് നിരസിക്കാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അതായത് അംഗീകരിക്കാം. അദ്ദേഹം അംഗീകരിക്കുകയാണെങ്കിൽ യെസ് യു ക്യാൻ ഗോ, അവിടെ പെർമിറ്റ് ചെയ്തു. യെസ് യു ക്യാൻ ഗോ, അവിടെ പെർമിഷൻ കൊടുക്കുവാൻ വേണ്ടി ക്യാൻ അവിടെ ഉപയോഗിച്ചു. അത് ആറാമത്തെ ഉപയോഗമായിട്ടാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ അഞ്ചാമത്തെ ഉപയോഗം പെർമിഷൻ ചോദിക്കുവാൻ വേണ്ടിയിട്ട്, ആറാമത്തെ ഉപയോഗം പെർമിഷൻ നൽകുവാൻ വേണ്ടിയിട്ട്. യെസ് യു ക്യാൻ ഗോ, അതെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതല്ലാതെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തെങ്കിൽ നോ യു ക്യാൻറ്റ്, അല്ല നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, നോ യു ക്യാൻറ്റ് എന്ന് പറയും. അപ്പോൾ പെർമിഷൻ ചോദിക്കുവാനും പെർമിഷൻ നൽകുവാനും ക്യാൻ ഉപയോഗിക്കാം.
അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അടുത്ത ഉദാഹരണം, ക്യാൻ ഐ ബോറോ യുവർ ബൈക്ക് ഫോർ എ ഫ്യൂ അവേഴ്സ്. ക്യാൻ ഐ ബോറോ യുവർ ബൈക്ക്, നിങ്ങളുടെ ബൈക്ക് എനിക്ക് അല്പനേരത്തേക്ക്, ഇവിടെ ഫോർ എ ഫ്യൂ അവേഴ്സ് കുറച്ച് മണിക്കൂറുകൾക്ക് കടം തരാമോ, കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടി നിങ്ങളുടെ ബൈക്ക് എനിക്കൊന്ന് കടം തരാമോ. ബോറോ എന്ന വാക്കിന് കടം തരുക, കടം ചോദിക്കുക, കടം കൊടുക്കുക എന്നൊക്കെയാണ്. ബോറോ കടം വാങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. എ ഫ്യൂ എന്ന വാക്കിന് കുറച്ച്, അല്പം. വെറും ഫ്യൂ ആണെങ്കിലും കുറച്ച് എന്ന അർത്ഥമുണ്ടെങ്കിലും അതിന് നെഗറ്റീവ് മീനിങ് വരും, അല്പം ഇല്ല എന്നർത്ഥം. അതൊക്കെ ഗ്രാമർ നിയമങ്ങളാണ്. അടുത്ത് നോക്കൂ, ക്യാൻ ഐ സീക്ക് യുവർ പെർമിഷൻ ടു ആക്സസ് ദ റെസ്ട്രിക്റ്റഡ് ഏരിയ ഫോർ എ ബ്രീഫ് ഇൻസ്പെക്ഷൻ. ക്യാൻ ഐ സീക്ക് യുവർ പെർമിഷൻ, ഞാൻ നിങ്ങളുടെ അനുവാദം ഒന്ന് ചോദിച്ചോട്ടെ. ടു ആക്സസ് സമീപിക്കുവാൻ, ദ റെസ്ട്രിക്റ്റഡ് ഏരിയ നിയന്ത്രിത മേഖലയിൽ, ഫോർ എ ബ്രീഫ് ഇൻസ്പെക്ഷൻ ചെറിയൊരു പരിശോധനയ്ക്കായി ഈ നിയന്ത്രിതമാക്കപ്പെട്ട ആ ഏരിയ ഞാനൊന്ന് സന്ദർശിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ക്യാൻ ഐ സീക്ക് യുവർ പെർമിഷൻ, ഞാൻ താങ്കളുടെ അനുവാദം ഒന്ന് തേടിക്കോട്ടെ എന്ന് വെച്ചാൽ താങ്കൾ എനിക്ക് അനുവാദം തരുമോ എന്നാണ് അർത്ഥം. ടു ആക്സസ് ദ റെസ്ട്രിക്റ്റഡ് ഏരിയ നിയന്ത്രിതമായ അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളതായ ആ ഏരിയ ഫോർ എ ബ്രീഫ് ഇൻസ്പെക്ഷൻ ചുരുങ്ങിയ ഒരു പരിശോധനയ്ക്കായി. അടുത്ത്, ക്യാൻ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ ടു ടൈപ്പ് എ ഡോക്യുമെൻറ്റ്. ക്യാൻ ഐ യൂസ് യുവർ കമ്പ്യൂട്ടർ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ. ടു ടൈപ്പ് എ ഡോക്യുമെൻ്റ്, ഒരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുവാൻ. അടുത്ത്, ക്യാൻ വി അലോക്കേറ്റ് മോർ റിസോഴ്സസ് ടു ദിസ് പ്രോജക്റ്റ്. ക്യാൻ വി അലോക്കേറ്റ്, ഞങ്ങൾക്ക് നീക്കി വയ്ക്കുവാൻ കഴിയുമോ, അല്ലെങ്കിൽ മാറ്റി വയ്ക്കുവാൻ കഴിയുമോ, അല്ലെങ്കിൽ അനുവദിക്കുവാൻ കഴിയുമോ. അലോക്കേറ്റ് എന്ന വാക്കിനർത്ഥം നീക്കി വയ്ക്കുക, മാറ്റി, ഒരു പ്രത്യേക ഫണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാറ്റി വയ്ക്കുക, അനുവദിക്കുക, വീതം വയ്ക്കുക എന്നൊക്കെ ഒരുപാട് അർത്ഥം അലോക്കേറ്റിനുണ്ട്. ഇവിടെ അനുവദിക്കട്ടോ അല്ലെങ്കിൽ നീക്കി വയ്ക്കട്ടോ എന്നർത്ഥമാണ്. ക്യാൻ വി അലോക്കേറ്റ്, ഞങ്ങൾക്ക് നീക്കി വയ്ക്കുവാൻ കഴിയുമോ. മോർ റിസോഴ്സസ്, കൂടുതൽ വിഭവങ്ങൾ. ടു ദിസ് പ്രോജക്റ്റ്, ഈ പദ്ധതിക്ക് വേണ്ടി കൂടുതൽ വിഭവങ്ങൾ മാറ്റിവെക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമോ എന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് മാറ്റി വച്ചോട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ക്യാൻ വി അലോക്കേറ്റ് മോർ റിസോഴ്സസ് ടു ദിസ് പ്രോജക്റ്റ്, കാരണം അത് പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പം ഞങ്ങളത് മാറ്റി വച്ചോട്ടെ എന്നർത്ഥമാണ് അവിടെ വരുന്നത്. ഞങ്ങൾ കൂടുതൽ വിഭവങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ടി നീക്കി വച്ചോട്ടെ അല്ലെങ്കിൽ അനുവദിച്ചോട്ടെ. അപ്പോൾ ഇവിടെ ക്യാൻ എന്ന വാക്ക് അനുവാദം ചോദിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു റിപ്ലൈ, അതിനൊരു മറുപടി ഉണ്ടാവും. ആ മറുപടിയിലും ക്യാൻ ഉപയോഗിച്ചിട്ട് മറുപടിയിൽ ആ പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യുവാനോ അനുവദിക്കുവാനോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ പെർമിഷൻ നിരസിക്കുവാനോ ക്യാൻ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്യാനിനെ പറ്റി പഠിച്ചത്. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഇഫ് യു ലൈക്ക് ദിസ് കണ്ടൻറ്റ്. താങ്ക് യു വെരി മച്ച്.